രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ദശരഥൻ എപ്പോഴാണോ തന്റെ സംഭാഷണം നടത്തിയത്, എല്ലാ ആളുകളും ആ അവസരത്തില് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വസിഷ്ഠന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുന്നു. അപ്പോൾ ഉവാചവാക്യം വാക്യജ്ഞോ വൈദേഹം സപുരോധസം, വാക്യജ്ഞനായിരിക്കുന്ന വസിഷ്ഠ ഋഷി വിദേഹാധിപനായിരിക്കുന്ന ജനകനോട് എന്ന് മാത്രമല്ല അവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളോടുമായിട്ട് സൂര്യവംശത്തിന്റെ ചരിത്രം, തലമുറകൾ അത് പറഞ്ഞു തുടങ്ങി. അവ്യക്ത പ്രഭവോ ബ്രഹ്മ, സൂര്യവംശം തുടങ്ങുന്ന ഇടം എവിടെ നിന്നിട്ടാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ വാക്കുകളിൽ കൂടെ. അവ്യക്ത പ്രഭവോ ബ്രഹ്മ ശാശ്വതോ നിത്യ അവ്യയ, അവ്യക്തത്തിൽ നിന്നിട്ട് ബ്രഹ്മാവ് ഉണ്ടായി. അവ്യക്തം പരമാത്മാവ്, അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഒന്നും ഈ ലോകത്തെ കാണുന്ന പ്രകാരത്തില് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെയോ സമാധിയിലൂടെ പ്രത്യക്ഷമായിട്ട് അനുഭവിച്ച് അറിയാൻ കഴിയുന്നത് മാത്രമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെയും അവ്യക്തം എന്ന് പറയും. ആ അവ്യക്തത്തിൽ നിന്നിട്ട് ബ്രഹ്മാവുണ്ടായി. അവ്യക്ത പ്രഭവോ ബ്രഹ്മ, സൃഷ്ടിയുടെ കർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് അവ്യക്തത്തിൽ നിന്നുണ്ടായി. ആ അവ്യക്തത്തിൽ നിന്നിട്ട് ആവിർഭവിച്ചതായ താമരപ്പൂവിലാണ് ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി. അദ്ദേഹം എന്നുള്ളവനാണ്, മാറ്റങ്ങളില്ലാത്തവനാണ്. ആ ബ്രഹ്മാവിൽ നിന്നിട്ട് തസ്മാൻ മരീചി സഞ്ജജ്ഞേ, ആ ബ്രഹ്മാവിൽ നിന്നിട്ട് മരീചി എന്ന ഋഷി ജനിച്ചു. സപ്തർഷിമാരിൽ ഒരാളാണ് മരീചി. അങ്ങനെ മരീചി ബ്രഹ്മാവിന്റെ പുത്രനായി ജനിച്ചു. മരീചേഹേ കശ്യപസ്സുതഃ, മരീചിയുടെ പുത്രനായിട്ട് കശ്യപൻ എന്ന പ്രജാപതി ജനിച്ചു. ആ കശ്യപനിൽ നിന്നിട്ട് വിവസ്വാൻ കശ്യപജ്ഞേ, വിവസ്വാൻ സൂര്യൻ കശ്യപനിൽ നിന്നിട്ട് പിറന്നു. മനുർ വൈവസ്വത സ്മൃത, മനു വിവസ്വാന്റെ പുത്രനാണ് എന്ന് സ്മൃതി നമ്മെ അറിയിക്കുന്നു. വിവസ്വാന്റെ പുത്രനാകൊണ്ട് മനുവിന് വൈവസ്വതൻ എന്നു പേര്, വൈവസ്വത മനു എന്നും എല്ലാ പേരും പറയും. വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ മനുക്കൾ 14 പേരുണ്ടോ, മനുക്കൾ 14 പേരുണ്ടല്ലോ, അതില് ഇപ്പോഴത്തെ മനുവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വൈവസ്വത മനു എന്ന് അദ്ദേഹത്തെ പറയും. കാരണം വിവസ്വാന്റെ മകൻ. മനു പ്രജാപതി പൂർവം ഇക്ഷ്വാകുശ്ച മനോസുതഃ, ആ മനു പ്രജാപതിയാണ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഇക്ഷ്വാകു. തം ഇക്ഷ്വാകും അയോധ്യായാം രാജാനം വിധിപൂർവകം, അയോധ്യയിലെ ആദ്യത്തെ രാജാവ്, ഈ സൂര്യന്റെ പരമ്പരയിൽപ്പെട്ട ആദ്യത്തെ രാജാവ്, അയോധ്യയിലെ രാജാവ് ഇക്ഷ്വാകുവാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. ഇക്ഷ്വാകോസ്തു സുതശ്രീമാൻ കുക്ഷിരിത്യേവ വിശ്രുത, ആ ഇക്ഷ്വാകുവിന്റെ പുത്രനാണ് ഐശ്വര്യവാനായിരിക്കുന്ന കുക്ഷി എന്ന രാജാവ്. അദ്ദേഹത്തിന്റെ മകൻ വികുക്ഷി, അദ്ദേഹത്തിന്റെ മകൻ ബാണൻ, അദ്ദേഹത്തിന്റെ പുത്രൻ അനരണ്യൻ, അനരണ്യന്റെ പുത്രൻ ത്രിശങ്കു, ഇങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ പൃഥു. ഇങ്ങനെ ആ പരമ്പര വളരെ വിശദമായിട്ട് വസിഷ്ഠ ഋഷി വിദേഹ മഹാരാജാവിനെ കേൾപ്പിക്കുന്നു. ആ പരമ്പര ഇങ്ങനെ കടന്നു വന്നിട്ട് അവസാനം അംബരീഷൻ, അംബരീഷസ്യ പുത്രോഭൂത്,
നഹുഷശ്ച മഹീപതി. അത് കഴിഞ്ഞ് വളരെ പ്രസിദ്ധനായിരിക്കുന്ന അംബരീഷൻ, വിഷ്ണുവിൻ്റെ ഭക്തനായിരിക്കുന്ന അംബരീഷൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ നഹുഷൻ എന്നു പേരായ രാജാവ്, നഹുഷസ്യ യയാതിസ്തു, നഹുഷനിൽ നിന്നിട്ട് യയാതിയുടെ ജനനം, നാഭാഗസ്തു യയാതിജ, യയാതിയുടെ മകനാണ് നാഭാഗൻ, നാഭാഗസ്യ ബഭൂവാജ, നാഭാഗനിൽ നിന്നിട്ട് അജനുണ്ടായി, അജൻ എന്നു പേരായ രാജാവ് ജനിച്ചു. അജാത് ദശരഥോ ഭവത്, അജനിൽ നിന്നിട്ട് ദശരഥൻ. ഇങ്ങനെ ആ പരമ്പരയെ സമ്പൂർണമായിട്ടും കേൾപ്പിക്കുകയാണ്. അസ്മാത് ദശരഥാജാതോ ഭ്രാതരോ രാമലക്ഷ്മണോ, ഈ ദശരഥനിൽ നിന്നിട്ടാണ് സഹോദരന്മാരായിരിക്കുന്ന രാമനും ലക്ഷ്മണനും ജനിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളണം. ഇങ്ങനെ ആ പരമ്പര അങ്ങ് പരമാത്മാവിൽ നിന്ന് തുടങ്ങി സൂര്യനിലൂടെ വർദ്ധിച്ചിട്ട് ഇക്ഷ്വാകുവിൽ കൂടി കടന്ന് ഇങ്ങനെ രാമൻ വരെ എത്തി നിൽക്കുന്ന ആ പരമ്പരയെ ഭാരതത്തിന്റെ ആ ചരിത്ര സങ്കല്പത്തിന്റെ ഒരു ദളം വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ വാൽമീകിയുടെ വാക്കുകളിൽ കേൾക്കാം. അല്ലയോ മഹാരാജാവേ, രാമലക്ഷ്മണയോരർത്ഥേ ത്വത്സുതേ വരേ നൃപ. അല്ലയോ മഹാരാജാവേ, രാമനും ലക്ഷ്മണനും വേണ്ടിയിട്ട് അങ്ങയുടെ പെൺമക്കളെ ഞാനിതാ വരിക്കുന്നു. അങ്ങയുടെ പെൺമക്കളെ സീതയെ രാമനും ഊർമിളയെ ലക്ഷ്മണനും പത്നിയായിട്ട് നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സദൃശാഭ്യാം നരശ്രേഷ്ഠ സദൃശേ ധാതുമർഹസി. രാമൻ സീതയ്ക്ക് ഏറ്റവും ചേർച്ചയുള്ള ഭർത്താവായിരിക്കും. അതേപോലെ സീത രാമന് ഏറ്റവും യോഗ്യയായ ചേർച്ചയുള്ള പത്നിയായിരിക്കും. അതേപോലെ ലക്ഷ്മണന് ഏറ്റവും ചേർച്ചയുള്ള പത്നിയായിരിക്കും ഊർമിള. ഊർമിളയ്ക്ക് ഏറ്റവും യോഗ്യനായിരിക്കുന്ന ഭർത്താവായിരിക്കും ലക്ഷ്മണൻ. ഇങ്ങനെ ഏറ്റവും ചേർച്ചയുള്ളവരാണവർ. അതുകൊണ്ട് ഈ വിവാഹം ഞങ്ങളെല്ലാം സന്തോഷിപ്പിക്കുന്നു, ഞങ്ങൾക്കെല്ലാം സമ്മതമാണ്, ഞങ്ങൾ ആനന്ദിക്കുന്നു. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പുത്രിമാരെ ദശരഥന്റെ ഈ പുത്രന്മാർക്ക് വിധിപ്രകാരം അങ്ങ് നൽകിയാലും. ആ അവസരത്തില് ജനക മഹാരാജാവ് വളരെയേറെ സന്തോഷിച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് ദശരഥനോടും അദ്ദേഹത്തിന്റെ ഗുരുനാഥനോടും അതേപോലെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു: ശ്രോതും അർഹസി ഭദ്രം തേ കുലം ന പരികീർത്തിതം. എന്റെ വംശം, ആ വംശത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട്. ആ വംശത്തിന്റെ വിവരങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കന്യകയെ ദാനം ചെയ്യുന്ന അവസരത്തില് കുലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുലത്തിന്റെ എല്ലാ പരമ്പരയെയും പരിപൂർണമായിട്ടും കേൾപ്പിക്കണം. അതുകൊണ്ട് അല്ലയോ മഹാത്മാവേ, അങ്ങ് കേട്ടാലും. ഞങ്ങളുടെ വംശത്തിലെ ആദ്യത്തെ ആള് നിമിയാണ്. നിമി പരമധർമാത്മാ സർവസത്വവതാംബര, പരമധർമാത്മാവായിരിക്കുന്ന നിമി. അദ്ദേഹമാണ് നമ്മുടെ കുടുംബത്തിന്റെ ആദ്യത്തെ ആള്. എല്ലാ പ്രകാരത്തിലും അദ്ദേഹം ശ്രേഷ്ഠനാണ്. തസ്യപുത്രോ മിഥിർനാമ ജനകോ മിഥിപുത്രക. അദ്ദേഹത്തിന്റെ നിമിയുടെ പുത്രനാണ് മിഥി. അദ്ദേഹത്തിന്റെ പുത്രനാണ് ജനകൻ. ഇനി ജനകൻ എന്നുള്ള പേര് ആദ്യം വരുന്നത് മിഥിയുടെ പുത്രനാണ് എന്നറിയണം. പ്രഥമോ ജനകോ രാജ ജനകാദപ്യുദാവസു. ആദ്യത്തെ ജനകവംശത്തിലെ ജനകൻ എന്നു പേരുള്ള ആദ്യത്തെ രാജാവ് അദ്ദേഹമാണ്. ആ ജനകന്റെ മകനാണ് ഉദാവസു. ഇനി എല്ലാവർക്കും അവരുടെ പേരുകൾ പലതായിരിക്കും. ആ പേരുകൾക്ക് അപ്പുറത്ത് എല്ലാവർക്കും ജനകൻ എന്ന് വളരെ പ്രസിദ്ധമായ സ്ഥാനപ്പേര് തുടർച്ചയായിട്ട് വരുന്നു. അങ്ങനെ പ്രഥമോ ജനകോ രാജ, ആദ്യത്തെ ജനകൻ എന്നുള്ള രാജാവ്
ഈ മിഥിയുടെ പുത്രനാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. അദ്ദേഹത്തിന്റെ മകൻ ഉദാവസുവിന്റെ മകൻ ധർമാത്മാവായിരിക്കുന്ന നന്ദിവർദ്ധനന്റെ മകൻ സുകേതു. ഇങ്ങനെ വരുന്നു ആ പരമ്പരയെ മുഴുവൻ കേൾപ്പിച്ചിട്ട് മഹാരോംണസ്തു ധർമാത്മാ സ്വർണരോംണസ്തു രാജർഷേർ ഹർസരോമാ വിജായത തസ്യ പുത്രദ്വയം രാജ്ഞോ ധർമ്മജ്ഞസ്യ മഹാത്മന ജ്യേഷ്ഠോഹം അനുജോ ഭ്രാത മമ വീര കുശധ്വജ. വലിയൊരു പരമ്പരയുടെ പേരുകളെല്ലാം കേൾപ്പിച്ചിട്ട് അതിന്റെ അവസാനമായിട്ട് തന്റെയും അനുജന്റെയും കാര്യം കേൾപ്പിക്കുകയാണ്. അങ്ങനെ അല്ലയോ മഹാരാജാവായ ദശരഥ, അല്ലയോ ഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷി, ധർമ്മജ്ഞനായിരിക്കുന്ന ഹ്രസ്വരോമാവ് എന്ന് പേരായ ജനക മഹാരാജാവിന്റെ പുത്രന്മാർ 2 പേരുണ്ട്. അതിൽ മൂത്ത പുത്രനാണ് ജ്യേഷ്ഠോഹം. മൂത്തപുത്രനാണ് ഹ്രസ്വരോമാവിന്റെ മൂത്തപുത്രനാണ് ഞാൻ. അനുജോ ഭ്രാത മമ വീര കുശധ്വജ, എന്റെ അനുജൻ ഭ്രാതാവായിരിക്കുന്ന അതേപോലെ തന്നെ വീരനായിരിക്കുന്ന കുശധ്വജൻ. എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ വാർദ്ധകം വരുമ്പോഴേക്കും അദ്ദേഹം രാജ്യഭാരം എന്നിലേൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം തപസ്സിന് വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പോയി. രാജ്യഭാരം എന്നെ ഏൽപ്പിച്ചു പോകുമ്പോഴേക്കും അനുജനായിരിക്കുന്ന കുശധ്വജന്റെ ചുമതലയും അദ്ദേഹം എനിക്കാണ് നൽകിയത്. അങ്ങനെ ഇരിക്കവേ കശ്ചിത്വഥ കാലസ്യ സംകാശ്യാത് ആഗതപുരാത് സുധന്വാ വീര്യവാൻ രാജ മിഥിലാം അവരോധക. പ്രകാലം കഴിഞ്ഞു. അപ്പോഴേക്കും സംകാശി എന്നു പേരായ രാജ്യത്തിൽ നിന്നിട്ട് അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന സുധന്വ, അയാള് വളരെ വീരനാണ്, അയാള് മിഥിലയെ ആക്രമിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആക്രമണത്തിന്റെ പിന്നിലെ ഒരു ലക്ഷ്യം അയാൾക്കുണ്ടായിരുന്നു. അയാൾ എന്നെ അറിയിച്ചു, ഇവിടെ ഇരിക്കുന്നത് ആ ശൈവചാപം അയാൾക്ക് നൽകണം എന്ന് മാത്രമല്ല, എന്റെ പുത്രിയായിരിക്കുന്ന സീതയെ അയാൾക്ക് നൽകണം. ഈ 2 ആവശ്യങ്ങളുമായിട്ടാണ് അയാൾ മിഥിലയെ വളഞ്ഞത്, വലിയ സൈന്യവുമായിട്ട്. ഈ 2 ആവശ്യങ്ങളും എനിക്ക് അംഗീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് ഞാൻ അയാളെ പടക്കളത്തിൽ നേരിട്ടു. യുദ്ധമാസീൻ മയാസഹ, അയാള് സുധന്വാവ് എന്നോട് യുദ്ധം ചെയ്തു. ഘോരമായ യുദ്ധത്തിന്റെ അവസാനം സഹതോ അഭിമുഖോ രാജ സുധന്വാതു മയാരണേ. ആ സുധന്വാവ് ആ പടക്കളത്തിൽ വെച്ചിട്ട് എന്നാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ സുധന്വാവിന്റെ രാജ്യം എന്റേതായി തീർന്നു.